ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഒരു ഉച്ചയൂണിൻ്റെ വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വിഭവങ്ങളൊക്കെ റെഡിയാക്കുന്നത് എൻ്റെ ഇവിടുത്തെ ചേച്ചിയാണ്. ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ഊണ് വിഭവങ്ങളൊക്കെ റെഡിയാക്കുന്ന ഒരു വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നല്ല കിടിലൻ റെസിപ്പീസൊക്കെയാണ് കേട്ടോ. മട്ടൻ്റെ ഒക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഐഷസ് കിച്ചൻ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാക്കുന്നത് എനിക്കിവിടെ ഡെലിവറി കെയറിനായിട്ട് വരുന്ന ചേച്ചിയാണ്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ പേര് സ്റ്റെറോ എന്നാണ്. അപ്പോൾ ചേച്ചി അടിപൊളിയായിട്ട് നാടൻ വിഭവങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. ട്രിവാൻഡ്രത്തുള്ളതാണ്. അപ്പോൾ ചേച്ചി സാധാരണ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കാറില്ല. പക്ഷേ ഇക്കയുടെ കിടപ്പും പിന്നെ എനിക്കിപ്പോൾ വേറെ ആരും സഹായിക്കാനില്ലല്ലോ. അപ്പം ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ സാധാരണ ഡിന്നർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കാറാണ്. അപ്പോൾ ഡിന്നറിന് വേറെ ആരും സഹായത്തിനില്ലാത്തതുകൊണ്ട് ഞാൻ ഡിന്നർ ലൈറ്റായിട്ട് ഉണ്ടാക്കിയിരുന്നുള്ളൂ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ വേഗം എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി തരാം, ഇനിയിപ്പം ചോറ് കഴിക്കാൻ വൈകിക്കേണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ചേച്ചി റെഡിയാക്കുന്ന കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് സമയം കിട്ടുമ്പോൾ. പിന്നെ വേറൊരാൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര സിമ്പിളാണല്ലോ. അപ്പം പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മട്ടൻ ചാപ്സ് ഉണ്ടാക്കുക കേട്ടോ. ചേച്ചിയുടെ സ്റ്റൈലിലുള്ള മട്ടൻ ചാപ്സാണ്. അപ്പം അതിലേക്ക് ഉള്ള ചേരുവകളാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഇഞ്ചി 2 വലിയ പീസ് എടുത്തിട്ടുണ്ട്, ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു ഉണ്ട മൊത്തത്തിലെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് അധികം ചേരുവകളൊന്നുമില്ല. ആകെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ ചതച്ചെടുത്തത്, പിന്നെ സവോള ചെറിയ ഉള്ളി ഒന്നും ചേർക്കാനില്ല. പിന്നെ മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. 1 കിലോ മട്ടനിലേക്കാണ് കേട്ടോ. അപ്പം തക്കാളി എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തക്കാളിനെ എടുക്കുക കേട്ടോ. പുളിയില്ലാത്ത തക്കാളിയാണെങ്കിൽ, അല്ലെങ്കിൽ അധികം പഴുക്കാത്ത തക്കാളിയാണെങ്കിൽ ഒരു 3 ഒക്കെ എടുക്കേണ്ടി വരും. ഇതിലേക്ക് പുളി അത്യാവശ്യമാണ്. അപ്പം തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ 2 തക്കാളി ഇതുപോലെ അരിഞ്ഞത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ കിട്ടണം. പിന്നെ നല്ല പഴുത്ത റെഡ് കളർ തക്കാളി ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുള്ളൂ, ചിക്കൻ ചില്ലിക്കൊക്കെ ചേർക്കുന്ന പോലെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ട മെയിൻ ചേരുവകൾ. പിന്നെ മസാലപ്പൊടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ ഡിഷാണ്. അപ്പോൾ ഞാനല്ല ചേച്ചി 1 കിലോ മട്ടന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് 1 കിലോ മട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതൊരു 2 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്യണം. പിന്നെ ചില മട്ടൻക്ക് അധികം വേവ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 3 വിസിൽ വേണ്ടി വരും. ഇതിപ്പോൾ 2 വിസിൽ ആകുമ്പോഴേക്കും ഒരു 90% വെന്ത് കിട്ടും മട്ടന്. അത്ര മതി. ബാക്കി നമ്മൾ ഇതിൽ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 2 വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. വെളിച്ചെണ്ണയുടെ ഫ്ലേവറാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഏലക്ക, കറാമ്പട്ട എല്ലാം, വലിയ ജീരകം എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇതിന് പകരം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാലപ്പൊടിയായിരുന്നു. പക്ഷേ ഇവിടെ ഗരം മസാലപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ നല്ലോണം പച്ചമണമൊക്കെ മാറി അത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാവൂ. അപ്പം ഇവിടെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. എന്നാലും
നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് റെഡിയാവും. ഇതിപ്പം ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് പതുക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, മൂത്ത് കിട്ടാൻ കുറച്ച് നേരം ഉണ്ടാവും. പക്ഷേ ആ ഒരു നല്ലൊരു മണം വന്നാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാവൂ. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതും അതുപോലെ തന്നെ തക്കാളിയുടെ പേസ്റ്റ്. പിന്നെ ഈ അടിയിൽ പിടിച്ചിട്ടുണ്ടാവല്ലോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ, ഈ ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ, അപ്പോൾ അതൊക്കെ ഈ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡിയാവും കേട്ടോ. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. അപ്പം ഇതുപോലെ തന്നെ ഈ തക്കാളിയുടെ പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഇതും എണ്ണ തെളിയുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്യണം. എന്നിട്ട് വേണം ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നേരെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നേരെ മട്ടൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പച്ചച്ചോവ ഉണ്ടാവും. അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു തക്കാളി പേസ്റ്റിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും ഒക്കെ പച്ച മണം മാറണം. അപ്പോൾ അതുവരെ നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ തക്കാളി പേസ്റ്റിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതുപോലെ എണ്ണയൊക്കെ ഇതാ കണ്ട സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതലും മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പം പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ റിലീസ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടന് ഇപ്പോൾ ഒരു 90% കുക്കായിട്ടുണ്ട്. മട്ടൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. തീരെ കുക്കാവാത്ത മട്ടൻ ഇതിലേക്ക് ചേർക്കരുത്, അത്യാവശ്യം വേവണം. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ മട്ടൻ ആദ്യം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അത് മൊത്തം ഇതിലേക്ക് ഒഴിക്കരുത്. കാരണം ഈ ഒരു മട്ടൻ ചാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ്, അല്ലാണ്ട് വല്ലാണ്ട് ഗ്രേവി ഉണ്ടാവില്ല. അപ്പം ആ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇനി ഈ ഒരു മസാലയിൽ ഈ മട്ടൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മട്ടൻ വേവിച്ചിട്ടുള്ള വെള്ളവും ഈ ടൊമാറ്റോ പേസ്റ്റും അതെല്ലാം കൂടി ഇതിൽ നന്നായിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ചേച്ചിയുടെ സ്റ്റൈലിലുള്ള ഒരു ക്യാബേജ് തോരനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് റീനു അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് നന്നായിട്ട് ചെറുതായിട്ട് വേണം അരിയാൻ കേട്ടോ. ഇനി അതിലേക്ക് തേങ്ങ ഒരു 2 പിടി, ഇഞ്ചി വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞത് ചെറിയൊരു കഷ്ണം, കറിവേപ്പില, സവോള ഒരു 1/2 കഷ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി ഈ ക്യാബേജിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിലും നല്ല നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് കുഴച്ചെടുക്കുന്നതാണ്. അങ്ങനെ വരുമ്പം ഈ ക്യാബേജിലേക്കൊക്കെ നന്നായിട്ട് തേങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പം നന്നായിട്ട് ഇത് കുഴച്ച് വയ്ക്കുക. അപ്പോൾ ക്യാബേജ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് പച്ചമുളക് നടുവേ കീറിയത് ഒരു 5-6 എണ്ണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, പിന്നെ മല്ലിയില, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്യേണ്ട, അത് അടച്ച് വയ്ക്കുക. ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പം ഈ ആടും അതുപോലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്ത ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ ലാസ്റ്റായിട്ട്. ഇനി നമുക്ക് നല്ലൊരു കിടിലൻ മോരുകറി ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും, പക്ഷേ എനിക്ക് ഈ ഒരു റെസിപ്പി അറിയില്ലായിരുന്നു. ഞാൻ സാധാരണ തേങ്ങ അരച്ചിട്ടുള്ള മോരുകറിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പച്ചമുളക്, ചെറിയ ഉള്ളി, അതുപോലെ കറിവേപ്പില, ഇതെല്ലാം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് തൈര്, നല്ല കട്ടിയുള്ള തൈര് ഒരു 2 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ച് വെച്ചതാണ്. അപ്പം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് കേട്ടോ തൈരിലേക്ക്. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ചെറിയുള്ളിയുടെ ആ ഒരു ഗോൾഡൻ കളറായി വരണം. അപ്പോൾ ഈ ഒരു പരുവത്തിലായ ശേഷമാണ് നമ്മളിതിലേക്ക് കറിവേപ്പിലയും ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി വന്നാൽ നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈര് ജ്യൂസ് അടിച്ചല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് കുക്കായിട്ട് മാത്രം ഇത് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള തൈര് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ജ്യൂസ് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും മോരോ അല്ലെങ്കിൽ കട്ടിയില്ലാത്ത തൈരോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തൈര് ജ്യൂസ് അടിക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മുടെ ഈ ഒരു മോരുകറി റെഡിയാക്കാൻ. ഞാൻ സാധാരണ മോരുകറി ഉണ്ടാക്കുമ്പം തേങ്ങ അരച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് എനിക്ക് കുറച്ചുകൂടി നല്ല ഇഷ്ടമായിപ്പോയി. നല്ല സിമ്പിളുമാണ്, അതുപോലെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ഈ ഒരു കറി. എൻ്റെ വീട്ടിൽ ഉമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ആ റെസിപ്പി ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കലെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ അതുപോലെ മോരുകറി തിളയ്ക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് ചൂടായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ കറിയല്ല, മട്ടൻ ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ ചാപ്സ്. ഇനി നമുക്ക് ക്യാബേജ് റെഡിയാക്കാം. കടുക് പൊട്ടിക്കുക, എണ്ണ ഒഴിച്ചിട്ട് ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ക്യാബേജും എല്ലാം കൂടിയുള്ള മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ക്യാബേജ് വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉച്ച ഊണ് ഇതൊക്കെയാണ്. ക്യാബേജ് തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ഫ്ലേവറായിരുന്നു ക്യാബേജ് തോരൻക്ക്. അതുപോലെ തേങ്ങ ചേർക്കാത്ത മോര് കറി, അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് മട്ടൻ ചാപ്സ്. മട്ടൻ ചാപ്സിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ചോറിലേക്കല്ലേ ഇതിപ്പോൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോറിലേക്കുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ്. എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ടേസ്റ്റ് അല്ലാത്ത വേറൊരു ടേസ്റ്റിൽ, നല്ല ടേസ്റ്റിൽ നന്നായിട്ട് ചോറ് കഴിച്ചു. നമ്മൾ വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ. ഇടയ്ക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്, പക്ഷേ എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കിയുള്ള ഫുഡ് എന്ന് പറയുമ്പം അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചെറിയ ഉള്ളി, സവാള എന്നൊക്കെ ചേർത്തിട്ട് ഒരുപാട് നേരം പിടിക്കുമല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ട്രിവാൻഡ്രം സ്റ്റൈലാണെന്ന് തോന്നുന്നു, കാരണം ചേച്ചി ട്രിവാൻഡ്രത്താണല്ലോ. അപ്പം ഈ ഒരു മട്ടൻ ചാപ്സ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ള നല്ലൊരു ഡിഷാണ്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ മട്ടനിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ മല്ലിപ്പൊടി ഇഷ്ടമുള്ളവർ മാത്രം അങ്ങനെ ചേർക്കുക. ചേച്ചി പറഞ്ഞു ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാറില്ല എന്ന്. അപ്പം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, എന്നാൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മല്ലിപ്പൊടി മട്ടനിലേക്ക് നിർബന്ധമായിട്ടും ചേർക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ ഒരു മട്ടൻ ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഉച്ചയൂണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പീസും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ടോ വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.